പറഞ്ഞത്, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യം പ്രവർത്തിച്ചു. കർത്താവ് പറയുന്നു, എനിക്ക് ഒരു നാളും നിങ്ങളെ അറിയില്ല. ഇവിടെ പാടി പ്രാർത്ഥിച്ചു, കൈയടിച്ചു, പ്രവചിച്ചു, ഭൂതത്തെ പുറത്താക്കി, രോഗിയെ സൗഖ്യമാക്കി. ഇത് കർത്താവിന്റെ നാമത്തിലാന്ന് തെക്കു വടക്ക് നടന്നിട്ട് അവസാനത്തിൽ അതേ കർത്താവ് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാ എന്ന് ചോദിക്കുന്നതിനപ്പുറം ഏറ്റവും വലിയ നിർഭാഗ്യകരമായ അവസ്ഥ വേറെ ഇല്ല. എത്ര പേർ ഭയപ്പെടുന്നുണ്ട്? എന്നെ വല്ലാതെ വചനവായനയിൽ ഭയപ്പെടുത്തി അതുപോലെ മറ്റൊരു ഭാഗം വേറെ ഇല്ല. ഞാൻ പ്രവചിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചിന്തിക്കുക ഞാൻ പ്രവാചകനായി, പിന്നെ ലോകം മൊത്തം എന്നെ പ്രവചിക്കാൻ വിളിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഞാൻ പ്രവാചകനാണെന്ന് എങ്ങനെയൊക്കെ നാലുവരെ അറിയിക്കാൻ വാക്കുകൾ വരിയിൽ എങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഭൂതങ്ങളെ പുറത്താക്കിയാൽ തീർന്നില്ല, അതിന് സ്പെഷ്യലായിട്ട് എന്നെ മാറ്റി ഞാൻ ഭൂതത്തിനെ പുറത്താക്കാൻ പ്രത്യേകം വിളിക്കും. എന്തെല്ലാം പരിപാടികൾ നടക്കുക, അവസാനം ലോകം മൊത്തം എന്നെ വാഴ്ത്തിപ്പാടിയിട്ട് ലോകം മൊത്തം ലോകം അറിയുന്ന ശക്തനായവൻ എന്നൊക്കെ പറഞ്ഞിട്ട് കർത്താവ് പറയും എനിക്ക് നിന്നെ അറിയത്തതേ ഇല്ല എന്ന് പറഞ്ഞാൽ അതിനുപോലെ ഗതികെട്ട ജീവിതം വേറെ ഇല്ല.